ഹലോ ഫ്രണ്ട്സ്, രാത്രി ആയപ്പോൾ ഒരു വിശപ്പ് ഞാൻ ഫ്രിഡ്ജ് പോയിട്ട് 2 കോഴിമുട്ട എടുത്ത് 2 ഉള്ളി എടുത്ത് പിന്നെ പച്ചമുളക്, കരിവേപ്പില ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ നല്ല കുഞ്ഞാന്ന് അറിഞ്ഞിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഗ്യാസ് കത്തിച്ചു. അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ ഞാൻ ഓയിൽ എന്നാന്ന് തോന്നുന്നു ഒഴിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇതാ ഫസ്റ്റ് കരിവേപ്പിലയും മുളകും ഉള്ളിയൊക്കെ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തു. നല്ല വഴറ്റാണ് കേട്ടോ. നമ്മൾ ഒരു ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ വയറ്റിൽ നിർത്തിയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ വെറുതെ രസത്തിന് ഇട്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. മുട്ടയിൽ ഉപ്പിടണ്ട കേട്ടോ. പിന്നെ ഞാൻ ഈ മുട്ടയിൽ ഉള്ളി ഇട്ടിട്ട് ആരും ഉള്ളി ഇടാൻ നിൽക്കണ്ട. കാരണം എൻ്റെ അനിയത്തി ഞാൻ അരിഞ്ഞ് വെച്ച മുട്ട അരിഞ്ഞ് വെച്ച ഉള്ളി അതിലോട്ടേക്ക് ഇട്ടതാണ്. അപ്പം ഞാൻ സാരിയുള്ള രീതിയിൽ ഞാൻ ഒഴിച്ചതാട്ടോ. ഞാനും ഉപ്പൊന്നും ഇടാൻ നിൽക്കണ്ട, ഉപ്പും ഉള്ളിയൊന്നും ഇടാൻ നിൽക്കണ്ട. സാധാ പോലെ ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ വീട്ടിൽ കുറച്ച് സോയാബീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. സോയാബീൻ ഇട്ടൊന്ന് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടോ മത്സ്യത്തിന്. ശേഷം നമ്മൾ ചോറ് ഇട്ട് കൊടുത്തു. ഭാഗ്യത്തിന് രാത്രി ഉണ്ടാക്കിയ ചോറ് കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് അത് വെച്ചിട്ട് ഓണം പോലെ നല്ല ടേസ്റ്റിനായിരുന്നു ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്തേക്കുക. അപ്പോൾ ബൈ ബൈ.